CPM മൊത്തത്തിൽ പെട്ട ഒരവസ്ഥയാണ് ശബരിമല വിഷയത്തില്. കാരണം കൊള്ളാനും തള്ളാനും വയ്യാത്ത അവസ്ഥയാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിൽ ആരോപിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാരിന് തടി തപ്പാമായിരുന്നു. പക്ഷെ ഇപ്പോ സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സർക്കാർ എല്ലാ കാലവും ചേർത്ത് നിർത്തിയിരുന്ന ആളുകളെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്മകുമാർ ആയാലും വാസു ആയാലും ഇവരൊക്കെ സർക്കാരിന് അത്രയും പ്രിയപ്പെട്ട ആളാണ്. ഇനിയിപ്പോ അടുത്ത അറസ്റ്റ് ആരിലേക്ക് എന്നുള്ളതാണ് കാര്യം. വാസുവിന്റെ വന്നപ്പോൾ നമുക്കറിയാമായിരുന്നു ഇനി അടുത്തൊരു അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത്. ഇപ്പൊ കടകംപള്ളിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ്, സ്വർണം പൂശാനായി സർക്കാരിനാണ് കത്ത് നൽകിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളിയെ ആയിരിക്കും അടുത്ത അറസ്റ്റ്, അല്ലെങ്കിൽ കടകംപള്ളി ആയിരിക്കും അടുത്ത ചോദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഒരു ധാർമ്മികതയും ഇവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ദേവസ്വം ബോർഡിന് തുടരാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല. കാരണം ഒന്നുകിൽ വാസവൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ട് ഇത് ഹൈക്കോടതിക്ക് വിടണം, ശബരിമലയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഹൈക്കോടതിക്ക് വിടണം എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.